ഹായ് ഓൾ, മുറ്റ്ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൽ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്തവരും നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും ട്രേഡ് ചെയ്തവർ, ഞാനല്ല സത്യം പറഞ്ഞ അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ നാവിൽ നിന്നാണ് അഭിപ്രായം വരേണ്ടത്. ഓക്കെ, അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. പ്രോഫിറ്റ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്നും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കൂട്ടായിട്ടാണ് ഒരു കാര്യം. നമുക്കിപ്പോൾ ഞാൻ പറയില്ല, എനിക്കതിൽ ഒരു എന്താ പറയുന്ന ഒരു ബൂസ്റ്റപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗൈഡൻസിൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറഞ്ഞു തരാറുണ്ട്. അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കര പറ്റാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അല്ല വേറെ കൂടുതൽ ഞാനൊന്നും നിങ്ങളുടെ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, മാർക്കറ്റ് ഇന്ന് രാവിലെ ഏകദേശം 85-86 പോയിൻറ്റോളം ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, അല്ലേ? മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് താഴോട്ട് വരാനാണ് സാധ്യത കൂടുതൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വോയിസ് ഒന്ന് കേൾക്കാം, അല്ലേ? ഒന്നുകൂടെ ഒന്ന് വോയിസ് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു റിഫ്രഷ്മെൻ്റ് ആയിക്കോളുമല്ലോ ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം. ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് 87 പോയിന്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് 26.087. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ ഒരു സപ്പോർട്ടുണ്ട് 26.061. അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതിന് താഴോട്ട് പോയാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26.011. അതായിരിക്കും നമ്മുടെ മേജർ സപ്പോർട്ട്. അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിവാരം നോക്കിയാൽ മതി. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, മാർക്കറ്റ് 87 പോയിന്റ് ഗ്യാപ്പ് ഡൗണിലാണ്. അതിനുശേഷവും ഫർദറായിട്ട് താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറിയാലും നേരെ താഴോട്ട് തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. അത്രയ്ക്ക് നെഗറ്റീവ് ന്യൂസുകളാണ്. ഇപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ, മാർക്കറ്റ് ഇന്ന് താഴോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SL ഇന്നത്തെ ഹൈ ആയിരിക്കണം. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതായിരിക്കണം നിങ്ങളുടെ SL ഹൈ. അതിൻ്റെ ഹൈ ആയിരിക്കണം നിങ്ങളുടെ SL. അതിനുശേഷം മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം ട്രെയിൽ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഇറക്കി വെക്കുക. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാര്യം മനസ്സിലായല്ലോ? അതായത് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇല്ലേ? കറക്റ്റ് നമ്മുടെ ആദ്യത്തെ 5 മിനിറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 86 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത ശേഷം നേരെ മുകളിലോട്ട് പോയി എവിടെയാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തത്? 26.147 നമ്മൾ വരച്ച അതേ വരയിൽ, ഇല്ലേ? അവിടെ പോയി കറങ്ങിയ ശേഷം മാർക്കറ്റ് ഒരു ഡോജി അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ലൈൻ 26.147 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് നമുക്ക് അവിടെ ഉണ്ട്, ഇല്ലേ? അതോ അതിൻ്റെ തൊട്ട് മുകളിലോ സ്റ്റോപ്പ് ലോസ് ആക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു ട്രേഡ് താഴോട്ട് നോക്കാമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് രാവിലെ തന്നെ പറഞ്ഞു, ഇല്ലേ? അതുപോലെ തന്നെ ചെയ്ത് ധാരാളം ആൾക്ക് ആദ്യത്തെ 9:45 ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. 9:45 നിങ്ങൾക്ക് എല്ലാവരും ന്യായത്തേക്കാൾ കൂടുതൽ അന്യായമായ പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കി. അവരോട് നിങ്ങൾ വീട്ടിൽ ഞാൻ പരിപാടി നിർത്തി നിങ്ങളോട് പോകാൻ പറഞ്ഞു. അതിൽ ഓൾമോസ്റ്റ് ആൾക്കാരും പരിപാടി നിർത്തിപ്പോയി. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, നിങ്ങളെ കമൻറ്റ് ചെയ്യേണ്ടത് ബാക്കി എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഏകദേശം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 147 ഒരു 100 പോയിൻറ്റിൻ്റെ ഫോള് നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് കിട്ടി. ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും നമ്മുടെ സപ്പോർട്ട് എടുത്തു, നേരെ തിരിച്ചു പോയി. ഈ ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ ഇതാണ്, ഈ ഡോട്ടഡ് ലൈനാണ് ഓപ്പണിംഗ് ലെവൽ. ഓപ്പണിംഗ് ലെവലിൽ പോയി തട്ടി വീണ്ടും തിരിച്ച് താഴെ വന്നു. നമ്മുടെ ഈ ലൈനിൽ തന്നെ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് അതേ ഓപ്പണിംഗ് ലെവലിൽ പോയിട്ട് മാർക്കറ്റ് പിന്നെ ഫർദറായിട്ട് ഫോളോ ചെയ്തു. ഈ ലൈൻ 26.061 സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറേ നേരം ശ്രമിച്ചു, ഇല്ലേ? പക്ഷെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും താഴെ വന്ന് ഒരു ഡ്രാസ്റ്റിക് ഫോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെങ്കിൽ 26.011 ഞാൻ രാവിലെ പറഞ്ഞിരുന്നത് നമ്മളുടെ നിർണായകമായ ലൈനാണ് 26.011. അവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ച് മുകളിൽ പോയി കറക്റ്റ് 26.061 ടെസ്റ്റ് ചെയ്തു, ഇല്ലേ? പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഏകദേശം 26.032 ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈസ് ആക്ഷൻ ഇന്ന് എക്സ്പയറി ഡേ ആണ്. പ്രൈസ് ആക്ഷൻ നമുക്ക് കൊണ്ടുകൂടെ പ്രൈസ് ആക്ഷൻ
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ പറഞ്ഞു ഇന്നലത്തെ ആദ്യത്തെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കണം നമ്മുടെ SL താഴോട്ട് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രേഡ് നോക്കാം. നിങ്ങൾക്ക് എന്നിട്ട് ട്രെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നോക്കി ഇവിടെ പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ടുണ്ട്. ഇവിടെ പ്രൈസ് ആക്ഷൻ നോക്കിയാലും നോക്കിക്കേ, ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിന് ശേഷം ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഫോമായി അല്ലേ. റിജക്ഷൻ ക്യാൻഡിൽ ഫോമായി, അതിനുശേഷം ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോമായി. സുന്ദരമായിട്ട് ട്രേഡ് എടുക്കാം, വേറെ ഡൗട്ടിൻ്റെ യാതൊരു കഥയില്ല. നേരെ ഇവിടെ വന്ന് കൃത്യമായിട്ട് 100 പോയിൻ്റ് ഇവിടുന്ന് ഇവിടെ വരെ കിട്ടി ഇല്ലേ. ഇനി തിരിച്ച് മുകളിലോട്ട് ഇവിടുന്ന് റിവേഴ്സിലാണെന്നുണ്ടെങ്കിലും റിവേഴ്സിൽ ഇവിടെ നോക്കിയവർക്ക് ചെറിയ ഷോർട്ട് ടൈം പ്രോഫിറ്റ്. ഇവിടുന്ന് 61 മുതൽ 40 പോയിൻറ്റിൻ്റെ അതായത് റിജക്ഷൻ ക്യാൻഡിൽ. പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിച്ചവർക്ക് മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ നോക്കി ഡെയിലി മാനത്തോട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ട്രേഡ് നോക്കി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ട്രേഡ് കിട്ടി. അതിനുശേഷം വീണ്ടും അവിടെ നേരെ തിരിച്ചു. ഇവിടെ ട്രേഡ് ഇല്ല, ഇവിടെ ട്രേഡ് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ, ഇവിടെ വലിയൊരു ക്യാൻഡിലാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരൊറ്റ ട്രേഡ് കൊണ്ട് തന്നെ പരിപാടി അവസാനിപ്പിച്ചു. വേറെ കൂടുതലൊന്നും നാം തർക്കിക്കാനോ നോക്കിക്കാനോ ഒന്നും പോകണ്ട. ആദ്യത്തെ 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി. അല്ലാതെ ഈ ആടിനെ കുറ്റി അടിച്ചിട്ടേക്കുന്ന പോലെ രാവിലെ 3:30 വരെ ഇതിൻ്റെ ചവിട്ടി കുറ്റി അടിച്ച് കിടക്കണമെന്ന് ആ ഒരു ശീലം നിങ്ങൾ മാറ്റുക. ന്യായമായ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് കൊണ്ട് എഴുന്നേറ്റ് വീട്ടിൽ പോകാന്നുള്ളതാണ്, അല്ല വേറെ പരിപാടിക്ക് പോകാന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്നും ഈ പശുവിനെ കെട്ടിയിട്ടേക്കുന്ന പോലെ, ആടിനെ കുറ്റിയടിച്ച് കെട്ടിയിട്ടേക്കുന്ന പോലെ എന്നും ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചവിട്ടിൽ രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:30 വരെ ഇങ്ങനെ കുറ്റിയടിച്ച് കിടക്കുക എന്നുള്ളൊരു സ്വഭാവം നിങ്ങൾ ആദ്യം അത് മാറ്റുക. ആ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റുക. വൈകുന്നേരം വരെ ഇവിടെ കുത്തിയിരുന്ന് കിട്ടിയത് മുഴുവൻ തിരിച്ചു കൊടുക്കുക എന്നുള്ള സ്വഭാവം നിങ്ങൾ മാറ്റുക. ഓക്കെ, രാവിലെ നിങ്ങൾക്ക് ന്യായമായ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ പരിപാടി അവസാനിപ്പിക്കുക. അടച്ചു വെച്ചിട്ട് നിങ്ങൾ വേറെ പണിക്ക് പോവുക. വൈകുന്നേരം വരെ വന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തു എന്താ മാർക്കറ്റ് സംഭവിച്ചത്, നിങ്ങൾ നോക്കി പഠിച്ചു. മനസ്സിലായല്ലോ പറഞ്ഞത്. അതുകൊണ്ട് കഴിവതും ദയവ് ചെയ്ത് ന്യായമായ പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ ശീലം വളർത്തിയെടുക്കുക. ഇപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ നല്ല സ്ട്രോങ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ 143 പോയിൻ്റാണ് ഇന്ന് ഡൗൺ ഫോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഫ്യൂച്ചർ നോക്കിയാൽ 121 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 170, 170, 80, 185 പോയിൻറ്റോളം വ്യത്യാസമുണ്ട് ഫ്യൂച്ചർ തമ്മിൽ. സാധാരണ ഇന്ന് രാവിലെയാണ് 150 പോയിൻറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. 140, 150 പോയിൻറ്റ് മാത്രമല്ല ഡിഫറൻസ്. പക്ഷേ ഇപ്പം നോക്കിയാൽ 185 പോയിൻറ്റ്. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ സ്ട്രോങ് ആണ്, മാർക്കറ്റിൽ അപ് ട്രെൻഡിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇത് മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അറിയാവുന്നവർക്കറിയാം. ഓക്കെ, അപ്പോൾ നാളെ നമ്മുടെ മുന്നിലുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ പുതിയ ഫെഡ് ചെയർമാനെ നമ്മുടെ ട്രംപ് പ്രഖ്യാപിക്കും. അത് അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ US മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവിലാണ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നാളെ ആ പ്രഖ്യാപിക്കുന്ന ആളെ അനുസരിച്ചിരിക്കും, ഏത് മനുഷ്യനെയാണ്, ആരെയാണ് ആ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിൻ്റെ പ്രതികരണം. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നമ്മൾ നോക്കുക എന്താണ്, ആരെയാണ് ഫെഡ് ചെയർമാനായിട്ട് പ്രസിഡന്റ് ട്രംപ് അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളത് ഒരു നിർണായക ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണെന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നത്. അതാണ് നിലവിൽ ഉള്ളൊരു ന്യൂസ്. അതാണ്. വേറെ നമ്മുടെ GDP ഒക്കെ വേറെ ചീറ്റിപ്പോയി. ഓക്കെ, കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ നാളെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് കട്ടിക്കളയാം. ഇപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഈ 26,061 വീണ്ടും ഈ ലൈൻ തന്നെ 26,061 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 26,147 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യണം എന്നെങ്കിൽ നമുക്ക് 26,147 കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ നോക്കിക്കേ, അണ്ണന്മാർ ഒരു മര്യാദ ഇല്ലാതെ വീണ്ടും അമ്മമാർ ഷോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു പിടുത്തവുമില്ല. ഇന്നലെ 81 ഉള്ളായിരുന്നു, ഇന്ന് 84% വീണ്ടും ഫ്യൂച്ചറിനകത്തിൽ അവർ ഷോർട്ട് സൈഡ് കൂട്ടി. ഇതെന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ഈ ഷോർട്ട് സൈഡ് ഇങ്ങനെ നിൽക്കുമ്പം മാർക്കറ്റ് ഒരു 1 വേ റാലി മുകളിലോട്ട് നടത്തുവാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് അവർ കവർ ചെയ്യേണ്ടി വരും. ഷോർട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പിന്നെ ഫർദറായിട്ട് മുകളിലോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ കിട്ടും 26,278 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 26,147 കടക്കണം. മനസ്സിലായോ? 26,060 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം, 26,147 കടക്കണം. 26,147 കടന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും ഷോർട്ട് കവറിങ് ആരംഭിക്കും.
ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നല്ല രീതിയിൽ ഒരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ 59,546 ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 59,546 നല്ല രീതിയിൽ നമുക്കൊരു ഫോള് കിട്ടി. 59,326 വരെ നമുക്ക് കിട്ടി. ഓക്കെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നാളെ വീണ്ടും ഈ 546 മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് നാളെ ഫർദറായിട്ട് മുകളിലോട്ട് കിട്ടും. 546 മുകളിൽ പോകണം. മുകളിൽ പോയാൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വരെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ HDFC ബാങ്ക് വളരെ ശോകമായിരുന്നു. HDFC ബാങ്ക് ഇപ്പം നിൽക്കുന്ന ഒരു കറക്റ്റ് ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്, 989 എന്ന് പറഞ്ഞ സപ്പോർട്ട്. ഈ സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴോട്ടിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം വെയിറ്റേജിൻ്റെ പ്രശ്നം. ഈ വെയിറ്റേജിൻ്റെ പ്രശ്നം 3-4 ട്രഞ്ചസ് ആയിട്ട് വേണം ഇവർ വെയിറ്റേജ് കുറയ്ക്കാൻ. അപ്പം മാർച്ച് 31 മുമ്പ് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴാണ്ട് നല്ല രീതിയിൽ വെയിറ്റേജ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിൽ, HDFC ബാങ്കിനും ICICI ബാങ്കിനും. അപ്പോൾ ഇവരൊക്കെ വെയിറ്റേജ് കുറയ്ക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടുന്ന് പലരും സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പം സെല്ലിംഗ് പ്രഷർ വരും. അങ്ങനെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല, ഓപ്പറേറ്റർമാരും വലിയ ടീംസുകളൊന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രെൻഡിനൊത്ത് പോവുക. എങ്ങോട്ടാണ് ട്രെൻഡ്, ആ ട്രെൻഡിനൊത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി ട്രേഡ് ചെയ്യുക. അതിന് എങ്ങനെയാണ് ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വശദമായിട്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹെവി വെയിറ്റേജ് സ്റ്റോക്കിനെ മാനേജ് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നാളെ HDFC, ICICI, കോട്ടക് ബാങ്കിനെ, ആക്സിസ് ബാങ്കിനെ, ഈ 4 ബാങ്കിനെ നിങ്ങൾ നോക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നതനുസരിച്ചായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ പോക്ക്. കൂടുതൽ ഞാൻ പറയുന്നില്ല. അടുത്ത മിഡ് ക്യാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്താ ഞാൻ പറഞ്ഞത്, സെല്ലിംഗ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, സെല്ലിംഗ് പ്രഷർ വരുവാണെന്നുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക്കായിട്ട് മിഡ് ക്യാപ്പിൽ നല്ല ഫോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ 14,031 മുകളിൽ പോയാൽ, മുകളിൽ നിലനിന്നാൽ മാത്രമേ മുകളിലോട്ട് വരൂ. ഇല്ലെങ്കിൽ ഈ 13,956 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നിങ്ങൾ എത്ര പേർക്ക് കേട്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും കുറേ നേരം ഇവിടെ ആടിക്കളിച്ചതിന് ശേഷം നല്ലൊരു ഫോള്, പെട്ടെന്ന് തന്നെ ഒരു 30 മിനിറ്റ് കൊണ്ട് ഒരു നല്ല രീതിയിലുള്ളൊരു ഫോള് കിട്ടി. നമ്മുടെ ഈ 13,956 ഓൾമോസ്റ്റ് അവിടെ എത്തി ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം നാളെ നിങ്ങൾ നോക്കണം. നാളെ മിഡ് ക്യാപ്പ് പറക്കണം എന്നുണ്ടെങ്കിൽ 14,031 കടന്നെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഇതിനകത്ത് ഒന്നീ കൺസോളിഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താൽ താഴോട്ട് പോകും. ഓക്കെ, നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി പറയാൻ. നാളെ അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.